മനുഷ്യൻ എന്ന വാക്ക്. മനുഷ്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഇന്നും കുഴപ്പിക്കുന്ന ഒന്നാണ്. അറിഞ്ഞ മനുഷ്യരൊക്കെ പലതരത്തിൽ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ചിലർ സ്നേഹം കൊണ്ട്, ചിലർ വെറുപ്പ് കൊണ്ട്, ചിലർ അവഗണന കൊണ്ട്, ചിലർ അപമാനിച്ചുകൊണ്ടൊക്കെ ചേർത്തും അകറ്റിയും നിർത്തി. ഇവരിൽ നിന്നൊക്കെ യഥാർത്ഥ മനുഷ്യനെ ഞാൻ തിരഞ്ഞുകൊണ്ടിരുന്നു. ആ പ്രായത്തിനുള്ളിൽ തന്നെ അനുഭവങ്ങളും ചെറിയ വായനയും എന്നെ തികഞ്ഞ സംശയാലുവാക്കി മാറ്റിക്കഴിഞ്ഞിരുന്നു. ചുറ്റിനുമുള്ള പലതിനോടും സംശയമായിരുന്നു. ആദ്യമായി സംശയത്തോടെ നോക്കിയത് ദൈവമെന്ന സങ്കല്പത്തെയായിരുന്നു. അതിനൊരു കാരണവുമുണ്ട്. ഒരിക്കൽ അയൽപക്കത്തെ വീട്ടുമുറ്റത്ത് കുട്ടികളിരുന്ന് കളിക്കുന്നത് കണ്ടപ്പോൾ അവരോടൊപ്പം ഒരുമിച്ച് കളിക്കാൻ ആഗ്രഹിച്ചു. അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ അവരോടൊപ്പം കൊണ്ടുചെന്നിരുത്തി. ശീമക്കൊന്നപ്പൂക്കളുടെ ഇതളുകൾ അടർത്തിയും ശതാവരി തണ്ടുകൾ പറിച്ച് മുള്ളുകൊള്ളാതെ ഇലകളെടുത്തും വെള്ളിലകളടുക്കി വെച്ചും ചിരട്ട കൊണ്ട് മണ്ണപ്പമുണ്ടാക്കിയും അവർക്കൊപ്പം ഇരുന്ന് കളിച്ചു. അതുവരെ അസുഖക്കാരിയായി നോക്കിക്കൊണ്ടിരുന്ന കൂട്ടുകാർ അവരിലൊരാളായി എന്നെ പരിഗണിച്ചിരിക്കുന്നു. എല്ലാവരോടും എന്ന പോലെ ഇടപെടുന്നു എന്നോർത്ത് സന്തോഷത്താൽ മതി പറഞ്ഞു. ഉച്ചയായപ്പോൾ ആ വീട്ടിലെ അമ്മ മുറ്റത്തൊരു പായ വിരിച്ചു. എന്നിട്ട് ഞങ്ങളോട് ഭക്ഷണം കഴിക്കാൻ അതിലിരിക്കാൻ പറഞ്ഞു. ഞങ്ങൾ 5 പേരിൽ 4 പേർക്കുള്ള ഭക്ഷണം പാത്രത്തിൽ കൊണ്ടുവന്നു. പിന്നീട് അവർ വളർത്തുനായുടെ പാത്രമെടുത്ത് അതിലെ പഴയ ഭക്ഷണം കൊട്ടിക്കളഞ്ഞ് അത് കഴുകിയെടുത്ത് എനിക്ക് ചോറ് വിളമ്പി. അത് കണ്ടിട്ട് അസ്വസ്ഥത തോന്നിയെങ്കിലും എന്താണ് ഇങ്ങനെ കാണിക്കുന്നതെന്ന് മനസ്സിലായില്ല. ഞാനും മറ്റു കുട്ടികളെ പോലെ തന്നെ മനുഷ്യജീവി തന്നെയല്ലേ? എനിക്ക് സംശയമായി. പക്ഷേ കൂട്ടുകാരുടെ പരിഗണന നൽകിയ സന്തോഷത്തിൽ തിരിച്ചു പോകാനും തോന്നിയില്ല. ആ പാത്രത്തിൽ നിന്ന് കഴിക്കാൻ തുടങ്ങി. ആ സമയം ആ ഭക്ഷണം വേണ്ട എന്ന് പറയാൻ കഴിഞ്ഞില്ല. ഓരോ പിടി വായിലേക്ക് വെക്കുമ്പോഴും അവരുടെ വളർത്തുനായുടെ നാവ് എൻ്റെ വായിൽ നിന്ന് നീണ്ടുവരുന്നതായി തോന്നി. പിന്നീടുള്ള ഓരോ നിമിഷവും വായിൽ നായയുടെ ഉമിനീർ രുചിക്കുന്നത് പോലെ തോന്നി. ഛർദ്ദിക്കാൻ വന്നുകൊണ്ടിരുന്നു. ആ സമയം അമ്മ അങ്ങോട്ട് വരികയും ഭക്ഷണം കഴിക്കുന്ന പാത്രം കാണുകയും ചെയ്തു. അതെടുത്ത് വലിച്ചെറിഞ്ഞ് എന്നെയും കൂട്ടി വീട്ടിലേക്ക് പോന്നു. പോരുന്ന വഴിയിൽ അമ്മ കരയുന്നുണ്ടായിരുന്നു. വീട്ടിൽ വന്നിട്ടും അമ്മ കരച്ചിൽ നിർത്തിയില്ല. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യജീവിയോട് എങ്ങനെയാണ് ഇത്രയും ദയാരഹിതമായി പെരുമാറാൻ കഴിയുന്നതെന്നായിരുന്നു എൻ്റെ ചിന്ത. എൻ്റെ ജന്മത്തിനാണോ അവരുടെ സ്വഭാവത്തിനാണോ കുഴപ്പമെന്ന് സംശയമായി. അമ്മ പറഞ്ഞു തന്ന ദൈവത്തിനോട് ആദ്യമായി ദേഷ്യം തോന്നി. ദൈവമേ, നീ എത്ര ക്രൂരനാണ്! എന്നോട് മാത്രം എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. കരയാതുറങ്ങിയ രാത്രികൾ ഇല്ലായിരുന്നു. ഓരോ നിമിഷവും ഞാൻ ജന്മത്തെ ശപിച്ചുകൊണ്ടിരുന്നു.